ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ സ്റ്റോറിയിലെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വേദയില്ലാതെ ഓരോ നിമിഷവും വിക്രമിന് ശ്വാസം മുട്ടുന്നത് പോലെയായിരുന്നു. ഒടുവിൽ മനസ്സിന്റെ വിങ്ങൽ വയ്യാതെ അവളെ കാണാൻ തന്നെ വിക്രം തീരുമാനിക്കുകയാണ്. വേദയ്ക്ക് വേണ്ടി ശ്രീനിവാസനുമായിട്ടുള്ള ചങ്ങാത്തവും മറ്റെല്ലാ സ്വാർത്ഥതകളും ഉപേക്ഷിക്കാനും വിക്രം ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് വേദയാണ് വലുത് എന്ന് അവന്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ അവന് തോന്നുകയാണ്. ഇക്കാര്യം തന്റെ കൂട്ടുകാരോടും അമ്മയോടും ഒക്കെ അവൻ തുറന്നു പറഞ്ഞു. പിന്നീട് അടുത്ത ദിവസം തന്നെ വേദയെ തേടി വിക്രം ആ വീട്ടിലെത്തുന്നു. എന്നാൽ അവിടെ അവനെ കാത്തിരുന്നത് ശ്രീകാന്തിന്റെ കടുത്ത ശകാരമായിരുന്നു. നീ എന്തിനാടാ വീണ്ടും ഇങ്ങോട്ട് വന്നത്? നിനക്കിവിടെ എന്താ കാര്യം എന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോ, എന്റെ ഭാര്യ ഇവിടെ ഉണ്ട്, ഞാൻ കെട്ടിയ താലി അവളുടെ കഴുത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ള വിക്രമിന്റെ കൂളായിക്കൊണ്ടുള്ള മറുപടി ശ്രീകാന്തിനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. എങ്കിൽ ആ താലി അങ്ങ് പൊട്ടിച്ചെറിഞ്ഞാൽ പോരെ, അതോടെ തീരുവല്ലോ നിന്റെ എല്ലാ പ്രശ്നവും എന്നൊക്കെയാണ് ശ്രീകാന്ത് തിരിച്ചു പറയുന്നത്. അങ്ങനെ വാക്കേറ്റം ഒടുവിൽ വലിയൊരു കയ്യാങ്കളിയിൽ തന്നെ കലാശിക്കുന്നു. അടികൊണ്ട് വിക്രം നിലത്ത് വീഴുമ്പോഴാണ് ആ കാഴ്ച കണ്ട് വേദ അവിടേക്ക് ഓടിയെത്തുന്നത്. ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന വേദയുടെ അലർച്ചയിൽ എല്ലാവരും സ്തംഭിച്ചു നിൽക്കുന്നു. തളർന്നു വീണ വിക്രമിന് നേരെ വേദ തന്റെ കൈ നീട്ടുകയാണ്. ആ കൈകളിൽ പിടിച്ചെഴുന്നേൽക്കുമ്പോൾ വിക്രമിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. വേദ തന്നെ വെറുത്തത് കൊണ്ടല്ല ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവളുടെ മൗനത്തിന് പിന്നിൽ മറ്റേതോ വലിയ കാരണമുണ്ട്. ഏതായാലും ശ്രീകാന്തിന്റെ തടസ്സങ്ങളൊന്നും വിക്രമിനെ തളർത്തിയില്ല. വേദയെ കാണാതെ താൻ മടങ്ങില്ലെന്ന് തന്നെ അവൻ ഉറപ്പിച്ചിരുന്നു. പകൽ വെളിച്ചത്തിൽ നടന്ന അടിപിടിക്ക് ശേഷം എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി വിക്രം ഒടിഞ്ഞു പാത്തും പതുങ്ങി ടെറസ് വഴി വേദയുടെ മുറിക്കടുത്തെത്തി. മുറിക്കുള്ളിൽ പഴയ കാലത്തെ മനോഹരമായ നിമിഷങ്ങൾ ഓർത്ത് കണ്ണീര് വാർക്കുകയായിരുന്നു നമ്മുടെ വേദ. അപ്പോഴാണ് വാതിലിൽ ആ പതുക്കെയുള്ള മുട്ട് കേട്ടത്. വേദ, വാതിൽ തുറക്കൂ, ഇത് ഞാനാണ് എന്ന് വിക്രം പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞപ്പോൾ ഭയത്തോടെ വാതിൽ തുറന്ന വേദയ്ക്ക് വിക്രമിനെ കണ്ടതും വിശ്വസിക്കാനായില്ല. വേദ പറയുന്നുണ്ടായിരുന്നു, വിക്രം, നിങ്ങൾ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്? ഏട്ടൻ അറിഞ്ഞാൽ എന്താകുമെന്ന് അറിയില്ലേ? അപ്പൊ വിക്രം പറയും, നമുക്ക് സംസാരിക്കണം വേദ. നീ എന്താ എന്റെ ഫോൺ എടുക്കാത്തത്? ശ്രീനിവാസനുമായുള്ള ബന്ധമാണോ നിന്റെ പ്രശ്നം? എങ്കിൽ ഞാനത് എന്നേക്കുമായി ഉപേക്ഷിക്കാം, നീ തിരികെ വരണം. അപ്പൊ വേദ പറയും, വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരെ വിക്രം, പ്രവൃത്തിയിൽ അത് കാണിക്കണം. പിന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ആ ഒരു കാരണം കൊണ്ട് മാത്രമല്ല. മുറിക്കുള്ളിൽ അവരങ്ങനെ ഗൗരവമായി സംസാരിച്ചിരിക്കുകയാണ്. എന്നാൽ അപ്പോൾ മുറിക്കുള്ളിൽ നിന്നുയർന്ന നേർത്ത സംസാരം ശ്രീകാന്തിന്റെ കാതുകളിലും പതിക്കുകയാണ്. സംശയത്തോടെ ശ്രീകാന്ത് വാതിലിൽ ആഞ്ഞുകൊട്ടി, വേദ, നീ ഉറങ്ങിയില്ലേ? ആരോടാണ് നീ സംസാരിക്കുന്നത്? കഥക് തുറക്ക്. ഭയത്താൽ വേദയുടെ ഹൃദയം നനച്ചുപോയി. നിമിഷങ്ങൾക്കുള്ളിൽ അവൾ വിക്രമിനെ കട്ടിലിനടിയിലേക്ക് മാറ്റി. വിയർത്തൊലിക്കുന്ന മുഖം തുടച്ച് ദേഷ്യം ആവരണമാക്കി അവൾ വാതിൽ തുറന്നു. എന്നിട്ട് ശ്രീകാന്തിനോടായിട്ട് ചോദിക്കുകയാണ്, എന്താ ഏട്ടാ ഈ പാതിരാത്രിയിൽ? ഒന്ന് കണ്ണടയ്ക്കാൻ പോലും എനിക്ക് ഈ വീട്ടിൽ സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിച്ചപ്പോ ശ്രീകാന്ത് ചോദിക്കുകയാണ്, നിന്റെ മുറിയിൽ നിന്ന് ഒരു പുരുഷ ശബ്ദം കേട്ടല്ലോ, നീ ആരോടോ സംസാരിക്കുകയായിരുന്നു അല്ലേ? അതൊക്കെ നിങ്ങളുടെ തോന്നലാണ് ഏട്ടാ. ഉള്ള സമാധാനം കളഞ്ഞ് എന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നില്ലേ? ഇനി അതെങ്കിലും തന്നൂടെ? ഒന്ന് പോയി തന്നെ. അവരുടെ തർക്കം കേട്ടാണ് പത്മയും അവിടേക്ക് ഓടിയെത്തിയത്. ശ്രീകാന്തെ, നീ എന്താണ് ഈ കാണിക്കുന്നത്? പാവം അവളൊന്ന് വിശ്രമിക്കട്ടെ. ഈ അസമയത്ത് ഇല്ലാത്ത ശബ്ദത്തിന്റെ പേരിന് അവളെ നീ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ? നീ വന്നേ ഇവിടുന്ന്. അങ്ങനെ പത്മയുടെ കർക്കശമായ ഇടപെടലിന് മുന്നിൽ ശ്രീകാന്തിന് വഴങ്ങേണ്ടി വന്നു. എങ്കിലും പോകുന്നതിന് മുമ്പ് ഒരു നിഗൂഢതയോടെ അവൻ മുറിയാകെ ഒന്നുകൂടെ വീക്ഷിച്ചു. ശ്രീകാന്ത് പുറത്തേക്ക് പോയെങ്കിലും കട്ടിലിനടിയിൽ ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്ന വിക്രം ഒരു വലിയ അപകടത്തിന്റെ മുന്നിലെന്ന പോലെ വിറക്കുകയായിരുന്നു. ശ്രീകാന്ത് പുറത്തു പോയെങ്കിലും വിക്രമിന്റെ ഉള്ളിൽ ആ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. നിങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാം നടന്നില്ലേ എന്ന വേദയുടെ ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യം അവന് വ്യക്തമായി. അവൾ ആ വീട് വിട്ടിറങ്ങിയത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, മറിച്ച് ശ്രീകാന്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ്. കട്ടിലിനടിയിൽ നിന്നും പുറത്തെത്തിയ വിക്രം നേരെ വേദയുടെ കണ്ണുകളിലേക്ക് നോക്കി. ശ്രീനിവാസൻ സാറാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ അയാളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മുറിച്ചു കഴിഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണില്ലെന്ന് ഞാൻ അയാളോട് തർപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് നീ എന്റെ കൂടെ തിരിച്ചു വരണം വേദ. വേദ എന്നാൽ കണ്ണീരോടെ പറഞ്ഞു, എനിക്ക് വിശ്വാസമില്ല വിക്രം, നിങ്ങൾ മാറിക്കാണിക്കൂ, അപ്പൊ ഞാൻ ആലോചിക്കാം. വിക്രം ചോദിക്കുന്നു, നീ എന്തിനാണ് എന്നെ ഒഴിവാക്കുന്നത്? നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? അതോ ശ്രീകാന്ത് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു? ഇത് കേട്ട് വേദയുടെ നിശബ്ദതയും താഴേക്ക് താഴ്ന്ന കണ്ണുകളും വിക്രമിന് ഉത്തരം നൽകി. അവൾക്ക് അവനോടുള്ളത് അടക്കാനാവാത്ത പ്രണയമാണെന്ന് അവന് ബോധ്യപ്പെട്ടു. പുറത്തേക്ക് ഇറങ്ങിയ വിക്രം മതിൽ ചാടി പോകുമ്പോഴും വിങ്ങലടക്കാനാവാതെ വേദ കിടക്കയിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. സത്യങ്ങൾ വിളിച്ചു പറയാനാവാത്ത അവളുടെ നിസ്സഹായാവസ്ഥ ആ രാത്രിയെ കൂടുതൽ ഇരുട്ടിലാക്കി. പിറ്റേ ദിവസം ഒരു പുതിയ ദൃഢനിശ്ചയത്തോടെയാണ് വിക്രം വേദയെ കാണാനെത്തിയത്. നീ ഇങ്ങോട്ട് വരാനുള്ള യഥാർത്ഥ കാരണം കണ്ടെത്താതെ ഇനി എനിക്കൊരു സമാധാനമില്ല വേദ, അങ്ങനെ അവൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ വിധി അവർക്കായി മറ്റൊരു വഴിത്തിരിവാണ് കാത്തുവച്ചത്. അന്ന് രാത്രി തന്നെ വിക്രമിന് ഒരു വലിയ അപകടം സംഭവിക്കുന്നു. ചോരയിൽ കുളിച്ച വിക്രമിനെ ലോകമറിയാതെ വേദ സ്വന്തം മുറിയിൽ ഒളിപ്പിക്കുകയാണ്. ശ്രീകാന്തോ വീട്ടുകാരോ അറിയാതെ വിക്രമിന്റെ മുറിവുകൾ കെട്ടുന്നതും അവന് മരുന്ന് നൽകുന്നതും നമ്മുടെ വേദ തന്നെയാണ്. പേടിയും ടെൻഷനും കാരണം വേദയ്ക്ക് ശ്വാസം പോലും വിടാൻ പറ്റാത്ത അവസ്ഥ. മുന്നിൽ ചോരയിൽ കുളിച്ചേൽക്കുന്ന വിക്രം. ശ്രീകാന്തോ വീട്ടുകാരോ അറിഞ്ഞാൽ കഥ കഴിയുമെന്ന് ഉറപ്പാണ്. പക്ഷേ തന്റെ പ്രിയ
പ്രിയപ്പെട്ടവനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ വേദയ്ക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് ആരും കാണാതെ ഒരു നിഴല് പോലെ അവനെ സംരക്ഷിക്കാൻ തന്നെ വേദ തീരുമാനിക്കുകയാണ്.